എല്ലാവർക്കും ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് 1201 ആണ്ട് മീനമാസം 5-ാം തീയതി 19/3/2026 വ്യാഴാഴ്ച വിഷ്ണു പ്രാർത്ഥനയ്ക്ക് ഏറ്റവും അനുകൂലമായ ദിവസമാണ്. എല്ലാവരും ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക. കൂടാതെ ക്ഷേത്ര ദർശനത്തിനോ അവരവരുടെ വിശ്വാസമനുസരിച്ച് പ്രാർത്ഥിക്കുവാനുമൊക്കെ ശ്രമിക്കുക. ഏറ്റവും നല്ല ഒരു ദിവസമായിരിക്കട്ടെ നിങ്ങൾക്കെന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് പരിപാടി തുടങ്ങാം. ആദ്യമായി നമുക്ക് മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാലിക്കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം പ്രതീക്ഷിച്ചതിന് വിപരീതമായി ചില ഭാഗ്യദോഷങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. അർഹതപ്പെട്ട സ്ഥാനമാനങ്ങൾ തെറിച്ചു പോകുന്നത് കണ്ട് മനപ്രയാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇരുട്ടടി പോലെ ചില തൊഴിൽ മാറ്റമോ അല്ലെങ്കിൽ പ്രോജക്റ്റുകൾ നഷ്ടമാകുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. വളരെയധികം ശ്രദ്ധിക്കുക. പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. ആത്മവിശ്വാസത്തോടുകൂടി മുൻപോട്ട് പോയ പല കാര്യങ്ങളും പരിഹരിക്കാവുന്നതാണ്. വലിയ പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് ചെയ്യുന്നവർക്ക്, വലിയ സംരംഭങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം എല്ലാം ഒന്ന് മന്ദീഭവിക്കുന്നതായിട്ട് അനുഭവപ്പെടുകയും നിരാശ ഉണ്ടാകുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാൽ വാഹനങ്ങൾ വാങ്ങുവാനും വാഹനങ്ങൾ പുതിയത് വാങ്ങുവാനും പഴയ വാഹനങ്ങൾ കൊടുക്കുവാനുമൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും. കെട്ടിട നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഏറ്റവും നല്ല അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. ഏറ്റവും അധികം ലാഭം ലഭിക്കുന്ന ബിസിനസ് ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം ചില മങ്ങലുകളോ നഷ്ടമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 7.5 ശനിക്കാലമായതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. കയറ്റം കയറുവാനോ അല്ലെങ്കിൽ ഏണി കയറുവാനോ ഒക്കെ ഉള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോകേണ്ടതാണ്. കയറ്റങ്ങളും അല്ലെങ്കിൽ അപകടകരമായ സാഹസങ്ങളും ഒക്കെ ഇന്നത്തെ ദിവസം ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായ ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഭാഷ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഭാഷ കൈകാര്യം ചെയ്ത് ധനം ഉണ്ടാക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായിരിക്കും. എഴുത്തുകാർക്കും അതേപോലെ ആധാരം എഴുത്ത് തുടങ്ങിയ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഒക്കെ ഇന്നത്തെ ദിവസം അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യുന്നവർക്ക്, പ്രൈവറ്റ് അക്കൗണ്ടൻസിനൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായ ചില അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പുതിയ കൂട്ടുകെട്ടുകളിൽ നിന്ന് വളരെയധികം പ്രതീക്ഷ ഉണ്ടാകുന്ന സംരംഭങ്ങളിലേക്ക് ഏർപ്പെടുവാൻ സാധ്യതയുണ്ട്. വിദേശത്തുള്ള സുഹൃത്തുക്കളുമായി കൂട്ടുചേർന്ന് പുതിയ തൊഴിൽ ആരംഭിക്കുവാനും സാധ്യത കാണുന്നു. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ ഉതകുന്ന ഒരു ദിവസവുമായിരിക്കും ഇന്ന്. കലാകാരന്മാർക്കും സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെയധികം നല്ലതായിരിക്കും. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർതം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുയോജ്യമായ ചില അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ബന്ധുമിത്രാദികളുമായി ഒത്തുചേർന്ന് പല നല്ല കാര്യങ്ങളും ചെയ്യുവാൻ സാധ്യതയുണ്ട്. സമ്മാനങ്ങൾ ലഭിക്കുവാനും സമ്മാനങ്ങൾ കൊടുത്ത് ആനന്ദിക്കുവാനും ഒക്കെ സാധ്യതയുള്ള ദിവസമായിരിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും മംഗളകാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനുമൊക്കെ സാധ്യതയുണ്ട്. ഇവൻറ്റ് മാനേജ്മെൻറ്റ് പോലെയുള്ള കാര്യങ്ങൾ, ദേഹണ്ണം പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കും ഒക്കെ ഇന്നത്തെ ദിവസം, കേറ്ററിംഗ് തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നവർക്കും ഒക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. എന്നാൽ കെട്ടിട നിർമ്മാണ പദ്ധതിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ വൻ പ്രോജക്റ്റുകൾ, ഫ്ലാറ്റുകൾ ഒക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ കനത്ത നഷ്ടമുണ്ടാകുന്ന ദിവസമാണ്. തൊഴിലാളികളിൽ നിന്ന് തിക്തമായ അനുഭവങ്ങൾ ഉണ്ടാവുകയും സമരം പോലെയുള്ള രീതിയിലേക്ക് അത് എത്തിച്ചേരുകയൊക്കെ ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർതം, കാല, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ആശ്വാസകരമായ പല അനുഭവങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ട്. ബന്ധുമിത്രാദികളിൽ ചിലർക്ക് ദൂരദേശത്ത് പോകുവാനുള്ള അനുമതി ലഭിക്കുന്നത് മൂലം മനസ്സിന് സന്തോഷമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ സന്താനങ്ങൾക്ക് ഉയർച്ച വരുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ സംവിധാനം ഏർപ്പെടുത്താൻ സാധ്യതയുള്ള ദിവസമായിരിക്കും. വിശ്രമ ജീവിതം അനുഭവിക്കുന്നവർക്ക് പുതിയ പ്രതീക്ഷകൾ വരുവാനും പുതിയ കൂട്ടായ്മകളിൽ ചെന്ന് ചേരുവാനുമൊക്കെ സാധ്യതയുള്ള ദിവസമായിരിക്കും. സമ്പാദ്യം ഉപയോഗിച്ച് പുതിയ നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. കെട്ടിട നിർമ്മാണത്തിന് ഒരുങ്ങുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായൊരു ദിവസമായിട്ടാണ് കാണുന്നത്. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്.
നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും രാഷ്ട്രീയക്കാർക്കും ഇന്നത്തെ ദിവസം പ്രതികൂലമായ ചില അനുഭവങ്ങൾ വന്നേക്കാൻ സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും ആലോചിച്ച് പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുള്ളൊരു ദിവസമായിരിക്കും. ആലോചനയില്ലാതെ എടുക്കുന്ന ഓരോ തീരുമാനവും അബദ്ധമാകുവാനും നഷ്ടം വരുത്തുവാനും സാധ്യതയുള്ള ദിവസമാണ്. ഇന്ന് കരാറുകളിലൊന്നും ഒപ്പുവയ്ക്കാൻ പറ്റിയ ഒരു ദിവസമായിരിക്കുകയില്ല. കയറ്റം കയറുന്ന ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളുണ്ടാകാം. വീഴ്ച, ഒടിവ്, ചതവ്, മുറിവൊക്കെ ഒഴിവാക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. ആയുസ്സിനെ പോലും ബാധിക്കുന്ന രീതിയിലുള്ള വീഴ്ചകൾ വരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. കൂടാതെ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുകയും ഭാഗ്യസൂക്തം തുടങ്ങിയ അല്ലെങ്കിൽ ധന്വന്തരാർച്ചനയൊക്കെ നടത്തേണ്ടത് ഇന്നത്തെ ദിവസം വളരെ പ്രയോജനപ്രദമായിരിക്കും. മാതാപിതാക്കൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും മാതാപിതാക്കളുടെ വേർപാട് മൂലം ദുഃഖമുണ്ടാവുകയും ഒക്കെ ചെയ്യാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. ആരോഗ്യസ്ഥിതിയിൽ ഗണ്യമായ മാറ്റമൊന്നും കാണുന്നില്ല. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതേപോലെ ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ല ഒരു ദിവസമായിരിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുയോജ്യമായ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ചില തീരുമാനങ്ങൾ അബദ്ധങ്ങളാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ആലോചിച്ച് മാത്രം കാര്യങ്ങൾ തീരുമാനിക്കുക. മുട്ടിന് സംബന്ധമായ അസുഖം അനുഭവിക്കുന്നവർക്ക് വളരെയധികം കലശലാകുവാൻ സാധ്യതയുണ്ട്. പാദരോഗം വരുവാനും സാധ്യതയുണ്ട്. ഡയബറ്റിക് തുടങ്ങിയ അസുഖങ്ങളുള്ളവർക്ക് ഡയബറ്റിക് ഫുഡ് തുടങ്ങിയ അതായത് കാലിൽ നുണലുകൾ ഉണ്ടാവുകയും അത് പൊട്ടി വലിയ വ്രണങ്ങളാകുകയൊക്കെ ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കാലിനെ സൂക്ഷിക്കുക. കാലിൽ പാദരക്ഷ ഉപയോഗിക്കാതെ പുറത്തു പോകാതെ ഇരിക്കുക. കാർഷിക വിളവുകളെടുത്ത് സംഭരിച്ച് കച്ചവടം ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായൊരു ദിവസമായിരിക്കും. കൃഷിയിൽ നഷ്ടം വരുന്ന ഒരു ദിവസമാണ് എങ്കിൽ കൂടിയും ഭാവിയിലേക്ക് നഷ്ടം വരാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ ചെയ്യുവാനോ ധനസഹായം ലഭിക്കുവാനോ സാധ്യത കാണുന്നു. മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ദിവസമായിരിക്കും. എന്നാൽ കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്നവർക്ക് നഷ്ടം വരാനാണ് സാധ്യത. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരേര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം പ്രതീക്ഷകളുണ്ടാകുന്ന ദിവസമാണ്. അഭിനയ കലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, സിനിമയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക്, മറ്റ് എല്ലാ കലാകാരന്മാർക്കും കഥകളി, നൃത്തം, വാദ്യം തുടങ്ങിയ എല്ലാ കലാകാരന്മാർക്കും ഇന്നത്തെ ദിവസം അനുകൂലമാണ്. അംഗീകാരങ്ങൾ ലഭിക്കുന്ന ദിവസമായിരിക്കും. പുതിയ അവസരങ്ങൾ ലഭിക്കുന്ന ദിവസമായിരിക്കും. ശാരീരികമായി ഉല്ലാസവും ഉണർവും തോന്നുന്ന ഒരു ദിവസമായിരിക്കും. മറ്റുള്ളവരെ സഹായിക്കുവാനും മറ്റുള്ളവരിൽ നിന്ന് സഹായം ലഭിക്കുവാനും സാധ്യതയുള്ള ദിവസമാണ്. സമ്പാദ്യശീലമുള്ളവർക്ക് ഇന്നത്തെ ദിവസം സമ്പാദിക്കുവാൻ ഉതകുന്ന രീതിയിലുള്ള ലാഭം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അതേപോലെ വിവാഹ കാര്യങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് നടത്തുന്നവർക്ക്, കേറ്ററിംഗ് ഒക്കെ നടത്തുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ രംഗത്തുള്ള ആളുകൾക്ക് വലിയ സപ്പോർട്ടുകൾ ലഭിക്കുന്ന ദിവസമായിരിക്കും. വിദ്യാഭ്യാസത്തിന് ഒരുങ്ങുന്നവർക്ക്, ഉന്നത വിദ്യാഭ്യാസത്തിന് ഒരുങ്ങുന്നവർക്ക്, വിദേശ പഠനത്തിനൊരുങ്ങുന്നവർക്കൊക്കെ തടസ്സം നേരിടുന്നതായിട്ട് കാണുന്നു. അടുത്തായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാലാനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ആശ്വാസപ്രദമായ പല അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ദിവസമാണ്. പ്രതീക്ഷകളെല്ലാം കൈവരിക്കാൻ സാധ്യത ഉള്ള ദിവസമായിരിക്കും. ബന്ധുക്കളുടെ അല്ലെങ്കിൽ സ്വന്തക്കാരുടെ ഓരോ നല്ല കാര്യങ്ങളിൽ പങ്കെടുക്കുകയും അവർക്ക് വേണ്ടി ധനസഹായം ചെയ്യുകയും ചെയ്ത് അഭിമാനം ഉണ്ടാവുകയും കൃതാർത്ഥത ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും ഏറ്റവും അനുകൂലമായ ദിവസമായിരിക്കും. ഉന്നത പഠനത്തിനൊരുങ്ങുന്നവർക്കും വളരെ അനുകൂലമായ റിസൾട്ട് ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, വിദ്യാർത്ഥികൾക്ക് ഒക്കെ ഇന്ന് ആരോഗ്യമേഖലയിൽ പഠനം നടത്തുന്നതിന് ഒരുങ്ങുന്നവർക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം വിജയത്തിന് സാധ്യത കൂടിയ ദിവസമായിരിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില വെല്ലുവിളികൾ നേരിടേണ്ടതായി കാണുന്നു. ആരോഗ്യസ്ഥിതിയിൽ ഗണ്യമായ മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. വിശ്രമ ജീവിതം അനുഭവിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം ഗുണപ്രദമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക്
ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാട, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ആശ്വാസപ്രദമായൊരു ദിവസമായിരിക്കും. ബന്ധുമിത്രാദികളുമായി കൂടിച്ചേർന്ന് ചില നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും അതേപോലെ സ്വന്തം പ്രപിതാമഹന്മാരുടെ മാതാപിതാക്കളുടെയൊക്കെ മരണപ്പെട്ടുപോയ ആളുകളുടെയൊക്കെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനും അതിൽ നിന്ന് അനുഗ്രഹം ലഭിക്കുവാനുമൊക്കെ സാധ്യതയുണ്ട്. ഈ ദൂരയാത്രയ്ക്ക് സാധ്യതയുള്ള ദിവസമാണ്. യാത്ര സുഗമമായിരിക്കും. ശാരീരികമായ ക്ലേശങ്ങൾ എല്ലാം ഒരു പരിധിവരെ മാറിക്കിട്ടുന്നതായി കണ്ട് മനസ്സിന് സന്തോഷമുണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ പർച്ചേസുകൾ നടത്തുവാനോ പുതിയ സന്തോഷങ്ങളിലോ സംരംഭങ്ങളിലോ ഏർപ്പെടുവാനോ തീർത്ഥയാത്രയ്ക്ക് ഒരുങ്ങുവാനോ ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ വിശ്രമ ജീവിതം അനുഭവിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ ആശ്വാസകരമായ പല അനുഭവങ്ങളും വന്നു ചേരാം. വിദേശീയരുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക്, വിദേശ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം വരുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും. ചില ബന്ധുമിത്രാദികൾ ഇടപെട്ട് സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് സഹായം ലഭിക്കുന്ന ഒരു ദിവസവുമായിരിക്കും ഇന്ന്. പുതിയൊരു ഗ്രഹം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കുവാൻ ഉതകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അധികം അനുകൂലമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും ശാരീരികമായി ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ പരിഹാരം കണ്ടെത്തുവാനും സാധ്യതയുണ്ട്. കുടുംബത്തിൽ മുതിർന്നവർക്ക് ചില അസുഖങ്ങൾ ഉണ്ടാകുവാനും ആശുപത്രി ചെലവുകൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. കുടുംബത്തിൽ മൊത്തം എല്ലാവർക്കും ചില പകർച്ചവ്യാധികളോ അസുഖങ്ങളോ ഒക്കെ വന്ന് മനക്ലേശം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ധന സംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, പണമിടപാടുകൾ നടത്തുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം പ്രതികൂലമായിരിക്കും. കയറ്റം കയറുന്ന ജോലികൾ ചെയ്യുന്നവർക്ക് വീഴ്ചയ്ക്ക് സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും. സാമ്പത്തികമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് അനുകൂലമായ ചില അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. കെട്ടിട നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, റിയൽ എസ്റ്റേറ്റുകാർക്കൊക്കെ നല്ല ദിവസമായിരിക്കും. മണ്ണുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക്, സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക് എല്ലാം വളരെയധികം ഗുണപ്രദമായ ഒരു ദിവസമായിരിക്കുമെന്ന്. അധ്വാനിക്കുന്ന ശീലമുള്ളവർക്ക് വളരെയധികം നല്ലൊരു ദിവസമായിരിക്കുമെന്ന്. IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം ഗുണകരമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പുരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം രാജോചിതമായ ചില അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. സമ്മാനങ്ങൾ ലഭിക്കുവാനും അംഗീകാരങ്ങൾ ലഭിക്കുവാനും സ്ഥാനക്കയറ്റം ലഭിക്കുവാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. പ്രതീക്ഷിച്ച രീതിയിൽ കാര്യങ്ങളെല്ലാം മുൻപോട്ട് പോകുന്നുവെന്ന് കണ്ട് മനസ്സമാധാനം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ചില തിക്താനുഭവങ്ങൾ സുഹൃത്തുക്കളിൽ നിന്നോ സഹവർത്തികളിൽ നിന്നോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. ആരോഗ്യപരമായ കാര്യങ്ങളിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇടശനിയുടെ പോക്കായതുകൊണ്ട് വീഴ്ച, ഒടിവച്ചതോ മുറിവിനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുൻപോട്ട് നീക്കുക. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, കൃഷിയിൽ താല്പര്യമുള്ളവർക്കൊക്കെ പുതിയ അവസരങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. കാർഷിക മേഖലയിൽ വരുന്ന നഷ്ടങ്ങൾ പരിഹരിക്കുന്ന രീതിയിലുള്ള സംരംഭങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതേപോലെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യം വന്നു ചേരുന്നൊരു ദിവസമായിരിക്കുമെന്ന്. പുതിയ ചില നിയമങ്ങളുടെ മാറ്റങ്ങൾ അറിഞ്ഞ് കുറച്ച് മനക്ലേശം ഉണ്ടാകുമെങ്കിലും മനസ്സമാധാനം ഉണ്ടാകുന്ന രീതിയിലുള്ള തൊഴിൽ കയറ്റമോ തൊഴിൽ നിന്ന് ആദായം ലഭിക്കുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ദിവസമായിരിക്കുമെന്ന്. യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. യാത്ര മൂലം ക്ഷീണം അനുഭവിക്കുവാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെയധികം കരുതലോടുകൂടി മുൻപോട്ട് പോവുക. ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്ന ചില വിഷബാധയ്ക്ക് സാധ്യതയുണ്ട്. ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് മൂലവും ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ ഉടലെടുക്കുവാനായിട്ട് സാധ്യതയുണ്ട്. ഷുഗർ തുടങ്ങിയ കാര്യങ്ങൾ ഉള്ളവർ ശ്രദ്ധിക്കുക. മധുര പലഹാരങ്ങളോ മധുരമുള്ള വസ്തുക്കളോ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. അസുഖം അധികരിക്കുവാൻ സാധ്യതയുണ്ട്. വിശ്രമ ജീവിതം അനുഭവിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ നല്ലതായി കാണുന്നു. എന്നാൽ 7:30 ശനി കാലമാണ് എന്ന് ഓർത്തുകൊണ്ട് ഓരോ കാര്യവും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും നാളെ ഇതേ സമയത്ത് കാണാം. അതുവരെ എല്ലാവരെയും സർവേശ്വരൻ കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം പറയുന്നു.